ഈശോയിൽ സ്നേഹമുള്ളവരെ, നിക്കോദെമോസിൻ്റെ ചോദ്യം, ഒരുവൻ അങ്ങനെ ജനിക്കാൻ സാധിക്കുമോ? പ്രായമായ മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവനെ ജനിക്കാൻ കഴിയുമോ? ചോദ്യം ഒന്ന് മാറ്റി ചോദിച്ചാൽ മതിയായിരുന്നു. അത് ഒരു തർക്കുത്തരം പോലുള്ളൊരു ചോദ്യമല്ലിത്. നിക്കോദെമോസ് യഥാർത്ഥത്തിൽ രാത്രിയിൽ ഈശോയെ കണ്ടുമുട്ടിയ ആളാണ്. അപ്പോൾ ഒരു മാറ്റത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ പ്രാരംഭ ആ ഒരു ഘട്ടത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ നിക്കോദെമോസ്. കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതിൻ്റെ ഇടയ്ക്ക് ഉള്ള അസ്വസ്ഥതകൾ അത് നമുക്കുണ്ടാകാം. ഇപ്പോൾ ദൈവവിശ്വാസത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ അസ്വസ്ഥതകൾ. അപ്പോൾ ചോദിക്കേണ്ട ചോദ്യം, ഈശോ എന്താ പറഞ്ഞത്? വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. അപ്പോൾ ഇങ്ങനെ ചോദിക്കാമായിരുന്നു, വീണ്ടും ജനിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. വീണ്ടും ജനിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ ബൈബിളിലും ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ കാണുന്ന കാര്യം, അത് നടപടി പുസ്തകം 4:31 വാക്യമാണ്. അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവർ സമ്മേളിച്ചിരുന്ന സ്ഥലം കുലുങ്ങി. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കണം. അങ്ങനെ പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ, അത് നടപടി പുസ്തകം 2-ാം അധ്യായമാണ്. പത്രോസിൻ്റെ പ്രസംഗം ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രസംഗം കേട്ടിട്ട് ഇങ്ങനെ ഹൃദയം അങ്ങ് നുറുങ്ങിയിട്ട് അവർ ചോദിച്ച ചോദ്യമാണ്, ഞങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത്? ഇത് നമ്മൾ ചോദിക്കണം. വീണ്ടും ജനിക്കാൻ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഇത് അത്ര പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല, പക്ഷേ എനിക്ക് മനസ്സിലായ വിധത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങിയാണ് ആത്മാവിൽ നിറയാൻ. 1-ാമത്തെ വായനയിൽ അവർ ആത്മാവിൽ നിറഞ്ഞ് അവർ പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിച്ചു. ഉദ്ധിതൻ്റെ ലക്ഷ്യം അതാണ്, നമ്മളെ ആത്മാവിൽ നിറയ്ക്കുക, സുവിശേഷകരാക്കി മാറ്റുക, യേശുവിന് സാക്ഷികളാക്കി മാറ്റുക എന്നതാണ്. അതിന് വീണ്ടും ജനിക്കണം. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ഇപ്പോൾ അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞല്ലോ, ജ്ഞാനസ്നാനത്തിലൂടെ നമ്മൾ വീണ്ടും ജനിച്ചവരാണ്. നമ്മളൊന്ന് ജനിച്ചു, ശാരീരികമായിട്ട് ജനിച്ചു, മാമോദീസയിലൂടെ വീണ്ടും ജനിച്ചു. വീണ്ടും ജനിച്ചിട്ട് മാമോദീസ സ്വീകരിച്ചിട്ട് നമുക്ക് ആ ഒരു അനുഭവം ഇല്ലല്ലോ. ഉണ്ടോ? ആത്മാവിൽ നിറഞ്ഞ അനുഭവം ഉണ്ടോ? മാമോദീസയിലൂടെ വീണ്ടും ജനിച്ചിട്ട് നമുക്ക് ആത്മാവിൽ നിറഞ്ഞ അനുഭവം ഉണ്ടോ? നമുക്കിപ്പോഴും തീക്ഷ്ണതയൊന്നുമില്ലല്ലോ. പ്രാർത്ഥിക്കാൻ ഇല്ലേ, പള്ളി വന്നിരുന്ന സംസാരം, പള്ളിയുടെ അന്തരീക്ഷം പോലും നമുക്ക് മനസ്സിലാക്കാനുള്ള ആത്മാവിൻ്റെ പ്രേരണ പോലും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പശ്ചാത്തപിക്കണം. അതാണ്, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കണം. ഇതാണ് പത്രോസ് നമ്മളോട് പറയുന്നത്, പശ്ചാത്തപിക്കണം. ജ്ഞാനസ്നാനം നമ്മൾ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിൽ വീണ്ടും നമ്മൾ സ്നാനപ്പെടാൻ നമ്മൾ കുമ്പസാരിക്കണം, പാപങ്ങളോർത്ത് അനുതപിക്കണം. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീണ്ടും ഇങ്ങനെ, അപ്പോൾ അനുതാപം ഒരൊറ്റ പ്രാവശ്യമുള്ളൂ. ഒരു പ്രാവശ്യം അനുതപിച്ചിട്ട് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാൻ പറ്റുമോ? എന്നും അനുനിമിഷം അനുതപിച്ചുകൊണ്ടിരിക്കണം. ഇല്ല, വീണ്ടും വീണ്ടും തെറ്റുകയില്ല. അപ്പോൾ ഓരോ നിമിഷം അനുതപിക്കണം. അതുകൊണ്ടാണല്ലോ കുമ്പസാരം എപ്പോഴും സ്വീകരിക്കാവുന്ന കൂദാശയെ മാറ്റിയിരിക്കുന്നത്. ഇല്ല, വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്കിടയിൽ അങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് ആത്മാവിൽ നവീകരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാറ്റം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതാണ് വീണ്ടും ജനനം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മാറ്റം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഈ നിക്കോദെമസിൻ്റെ ജീവിതത്തിൽ, നിക്കോദെമസ് ആണല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത്, പ്രായമായ മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കും?
പിന്നീട് അയാൾക്കത് മനസ്സിലാകുന്നുണ്ട്. ഈശോ നാളത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്, നീ ഒരു ഗുരുവല്ലേ, നിനക്കിതൊന്നും അറിയാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നീ ഒരു ഗുരുവല്ലേ, ഫരിസേരിലൊരു പ്രമുഖനായ ഒരാളല്ലേ. അപ്പോൾ അയാളിൽ വീണ്ടും പിന്നീട് മാറ്റമുണ്ടാവുന്നുണ്ട്. ഈ കാറ്റഗിസമൊക്കെ പഠിച്ച് ഈശോ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അയാൾക്ക് എന്താണ് സംഭവം എന്ന്. പഠിച്ച് അയാളിൽ മാറ്റമുണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായത്തിൽ 50-51 വാക്യത്തിൽ അയാൾ ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. ഈശോയെ ബന്ധിക്കാൻ വേണ്ടി ചിലർ പോയിട്ട് തിരിച്ചു വന്നു, അവർ ബന്ധിച്ചില്ല, ഈശോയെ പിടിച്ചോണ്ട് വന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾക്കൊരുവനെ പിടിച്ചോണ്ട് വരാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്ന് മുൻപൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിലൊരുവനുമായ നിക്കോദെമോസ് അപ്പോൾ അവരോട് ചോദിച്ചു, ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവനെ വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ? ഇത് ഈശോയ്ക്ക് വേണ്ടി സംസാരിച്ചത് കണ്ടോ? അത് അയാളിലുണ്ടായ മാറ്റം. ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കുക, പള്ളിയിലിരുന്ന് ലോക സംസാരമല്ല, ഈശോയോട് പറയുക, ഈശോയെ നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് വീണ്ടും ജനത്തിൻ്റെ റിസൾട്ടാണത്. ഇപ്പോഴും പള്ളിയിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും ജനിച്ചിട്ടില്ല, കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ നിക്കോദെമോസാണ് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ 100 റാത്തൽ സുഗന്ധക്കൂട്ടുമായി നിക്കോദെമോസ് വന്നിട്ട് ഈശോയുടെ ശരീരം പൊതിഞ്ഞത്. പ്രവൃത്തി കണ്ടോ? മാറ്റം, അയാളിൽ മാറ്റമുണ്ടായത് കണ്ടോ? ഇനി നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മളിതൊന്ന് പെട്ടെന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആത്മാവിൽ വീണ്ടും ജനനം, അങ്ങനെ നല്ല കുടുംബത്തിൽ ജനിച്ച 2 മക്കളാണല്ലോ, ധൂർത്തപുത്രനും ഇളയ മകനും മൂത്ത മകനും. അവർ നല്ല മക്കളാണ്. പക്ഷേ അവർക്ക് ഇളയവന് പ്രശ്നമുണ്ടായി. അവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ ഭയങ്കര വർത്തമാനമാണ്, ഭയങ്കര ബഹളം, വീട്ടിൽ ഭയങ്കര തർക്കുത്തരം, ബഹളം, ചാട്ടം എല്ലാം ഉണ്ട്, എനിക്ക് സ്വത്തിങ്ങോട്ട് താ. പക്ഷേ അവൻ ആ പന്നിക്കുട്ടി കിടന്നപ്പോൾ അവന് സുബോധമുണ്ടായി. അത് ലൂക്ക 15:17 അതാണ് വീണ്ടും ജനനം. വീണ്ടും ജനിച്ചത് കണ്ടോ? സുബോധമുണ്ടായി. എന്നിട്ട് അവൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. എന്നിട്ട് പിതാവിനോട് പറയും. അത് ലൂക്കായുടെ സുവിശേഷം 15-18 വാക്യത്തിൽ, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും, ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. 20-ാമത്തെ വാക്യം എത്തുമ്പോൾ അത് നടപടിയായി, അത് തീരുമാനിച്ചതാണ്. ആദ്യം മനസ്സിൽ തീരുമാനിച്ചതാണ്. 20-ാമത്തെ വാക്യം എത്തുമ്പോൾ ആ തീരുമാനം അവിടെ കെട്ടുപോയില്ല, അത് നടപടിയായി. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്ന് ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു, നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഇനി ഞാൻ യോഗ്യനല്ല. അപ്പോൾ ഇതാണ് വീണ്ടും ജനനത്തിൻ്റെ റിസൾട്ടാണ്. ഇനി പിതാവ് മൂത്ത മകനോട് പറയുന്നുണ്ട്, എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവൻ ജനിച്ചതാണ് ആദ്യം, പക്ഷെ അവൻ ആത്മാവിൽ ചത്തുപോയി, അവൻ ആത്മാവിൽ മരിച്ചുപോയി, അവൻ ഇതാ വീണ്ടും ജീവിക്കുന്നു, അവൻ നഷ്ടപ്പെട്ടിരുന്ന ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. മനസ്സിലായോ? വീണ്ടും അത് ലൂക്കായുടെ സുവിശേഷം 15-32 വാക്യത്തിൽ വീണ്ടും അത് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം, എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവൻ അന്ന് ജനിച്ചതാണ്, പക്ഷേ ആത്മാവിൽ അവൻ ചത്തുപോയി, മരിച്ചുപോയി, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു, വീണ്ടും ജനിച്ചത് കണ്ടു. പക്ഷെ മൂത്ത മകൻ വീണ്ടും ജനിച്ചിട്ടില്ല. മൂത്ത മകന് പിറുപിറുപ്പ്, അസ്വസ്ഥത, വീണ്ടും ജനിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് പിറുപിറുപ്പും ഇങ്ങനെ അസ്വസ്ഥതകളും ഭയങ്കര തമ്മിത്തല്ലും വഴക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ചിട്ടില്ല. ഇനി നല്ല കള്ളന്റെ കാര്യം ഒന്ന് എടുത്തേ. 2 കള്ളന്മാർ, അവർ ജനിച്ചവരാണ്, പക്ഷെ അവർ ആത്മാവിൽ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ ആ നല്ല കള്ളൻ വീണ്ടും ജനിച്ചതുണ്ട്. ആ കുരിശിൽ കിടന്നുകൊണ്ട് പോലും അവൻ വീണ്ടും ജനിച്ചത് കണ്ടോ? അതുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് പോയി. വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. അവൻ വീണ്ടും ജനിച്ചപ്പോൾ അവൻ ചെയ്തതെന്താണെന്നറിയാവോ? അവൻ ഈശോയുടെ കാര്യം ഏറ്റുപറഞ്ഞു. ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നമ്മളാണ് തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് മറ്റവനെ ശകാരിച്ചു. ദൈവത്തിനെതിരെ സംസാരിച്ചവന്റെ വായടക്കി. എന്നിട്ട് ദൈവത്തിന് വേണ്ടി അവൻ പറഞ്ഞു, ഈ മനുഷ്യൻ ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട്
നല്ലൊരു അടിപൊളി പ്രാർത്ഥന വന്ന് നടത്തി. കർത്താവേ, അങ്ങ് സ്വർഗത്തിലെത്തുമ്പോൾ എന്നെയും ഓർക്കണമേ. അതാണ് വീണ്ടും ജനനത്തിന്റെ റിസൾട്ട്. കണ്ടോ, വീണ്ടും ജനനത്തിന്റെ റിസൾട്ട്. അപ്പോൾ ഇത് പത്രോസ് പാപം ചെയ്തു, ഇല്ല, ഈശോയെ തള്ളി പറഞ്ഞു. യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു. പക്ഷെ പത്രോസ് ഈശോയുടെ ഒരൊറ്റ നോട്ടത്തിൽ മനം നൊന്ത് കരഞ്ഞു. വീണ്ടും ജനിച്ചത് കണ്ടോ. പക്ഷെ യൂദാസ് മനം നൊന്ത് കരഞ്ഞില്ല, പശ്ചാത്തപിച്ചു. പക്ഷേ അവന് നിരാശ കൊണ്ട് അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു. അപ്പോൾ അവിടെ റിസൾട്ട് ഇല്ല. നമുക്ക് ഇങ്ങനൊരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ, ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയില്ലേ. ഫരിസയൻ ഞാനിതൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഞാൻ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല. അവൻ്റെ അളവുകോൽ, അവൻ്റെ വിശുദ്ധിയുടെ മാനദണ്ഡം വെറും ഒരു ചുങ്കക്കാരനായിരുന്നെങ്കിൽ ചുങ്കക്കാരൻ്റെ വിശുദ്ധിയുടെ അളവുകോൽ ദൈവമായിരുന്നു. ദൈവമേ, ഞാൻ പാപിയാണ് ദൈവമേ എന്ന് പറഞ്ഞു. അപ്പോൾ നീതീകരിക്കപ്പെട്ടത് ആരാണ്? അത് ആ ചുങ്കക്കാരനാണ്. അപ്പോൾ ചുങ്കക്കാരൻ അവിടെ ആ ബോധ്യത്തിലേക്ക് വീണ്ടും ജനിച്ചു വരികയാണ്. മറ്റേ ആൾ ജനിച്ചിട്ടില്ല. അപ്പോൾ നമ്മിലൊരു മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ജനിച്ചിട്ടില്ല. നമ്മിൽ എപ്പോഴൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. എങ്ങനെ മാറണം? വേറെ എന്തോ വേണ്ടി ലോകത്തിൻ്റെ അരൂപിയിൽ മാറിയിട്ട് കാര്യമുണ്ടോ? ഈശോയുടേതായി മാറണം, ഈശോയ്ക്ക് വേണ്ടി മാറണം. അതാണ് വീണ്ടും ജനനം. അത് അനുനിമിഷം സംഭവിക്കണം. ആത്മാവിൽ ജനിച്ചുകൊണ്ടേയിരിക്കണം. പെന്തക്കോസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന നമുക്കിത് മനസ്സിലുണ്ടാകട്ടെ. അനുനിമിഷം മാറാൻ, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കാൻ, ആത്മാവിൽ ജനിച്ചുകൊണ്ടിരിക്കാൻ നമ്മുടെ ഉള്ളിൽ എപ്പോഴൊരു പേഴ്സൺ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരട്ടെ. ഈശോയ്ക്ക് പറ്റിയ ഒരു നല്ലൊരു മനുഷ്യനായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധമ്മ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. അങ്ങനെ ധൈര്യമൊന്നുമില്ലാതെ ഭയപ്പെട്ട് കഥകടച്ചിരുന്ന ശിഷ്യന്മാരോടൊപ്പം പരിശുദ്ധ മറിയം പ്രാർത്ഥിച്ചപ്പോൾ അവരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അവർക്കൊക്കെ മാറ്റമുണ്ടായി. പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ, മാറ്റമുണ്ടാകാൻ. ആമേൻ.